നമസ്കാരം. ഇന്ത്യയും UK-യും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ തലവൻ എയർ ചീഫ് മാർഷൽ സർ ഹാർവ് സ്മിത്ത് ഇപ്പോൾ ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുകയാണ്. കേവലം ഒരു സൗഹൃദ സന്ദർശനത്തിനപ്പുറം ആഗോള പ്രതിരോധ രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം എത്രത്തോളം ശക്തമാണെന്ന് ഈ സന്ദർശനം അടിവരയിടുന്നു. UK വ്യോമസേനയുടെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥനാണ് എയർ ചീഫ് മാർഷൽ സർ ഹാർവ് സ്മിത്ത്. കഴിഞ്ഞ വർഷം ഈ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ഇന്ത്യയുമായുള്ള സൈനിക ബന്ധത്തിന് വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്. ആധുനിക യുദ്ധതന്ത്രങ്ങളിലും ബഹിരാകാശ സുരക്ഷാ കാര്യങ്ങളിലും അഗാധമായ അറിവുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം ഇന്ത്യൻ വ്യോമസേനയുമായുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് പുതിയ വേഗം നൽകും. എന്തുകൊണ്ടാണ് ഈ സന്ദർശനം ഇത്ര പ്രധാനമാകുന്നത്? പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, സാങ്കേതിക സഹകരണം. അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിലും എഞ്ചിൻ സാങ്കേതിക വിദ്യയിലും ഇന്ത്യയെ സഹായിക്കാൻ UK താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2, സംയുക്ത അഭ്യാസങ്ങൾ. ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഇന്ദ്രധനുഷ് പോലുള്ള അഭ്യാസങ്ങൾ കൂടുതൽ വിപുലമാക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. 3, ഇൻഡോ പസഫിക് സുരക്ഷ. ലോകത്തെ പ്രധാന വ്യാപാരപാതയായ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ കടന്നുകയറ്റം തടയാനും സമാധാനം നിലനിർത്താനും ഇന്ത്യയും ബ്രിട്ടനും ഒരുമിച്ച് നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ചുരുക്കത്തിൽ, വരും ദശകങ്ങളിൽ ഏഷ്യൻ മേഖലയിലെയും ആഗോളതലത്തിലെയും സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഇന്ത്യയും UK-യും തമ്മിലുള്ള പങ്കാളിത്തം നിർണായകമാവും. സർ ഹാർവ് സ്മിത്തിന്റെ ഈ സന്ദർശനം ആ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വലിയൊരു പിന്തുണ കൂടിയാണ് ഇത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.